രാവിലത്തേക്കുള്ള അരി ഇന്നലെ കുതിർത്ത് വെക്കാനും അരയ്ക്കാനും ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു അപ്പവും ഒരു കിടിലൻ മുട്ടക്കറിയും ഉണ്ടാക്കാം. ഒരു അടിപൊളി മുട്ട റോസ്റ്റാണേ. ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ റവയുണ്ട്, വറുത്തതോ വറുക്കാത്തതോ ഏതോ ആവാം. 1/4 കപ്പ് ചോറ് വേണം, അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങയും വേണേ. തേങ്ങ എടുക്കുമ്പം ഉണക്ക തേങ്ങ, ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കാൻ നോക്കണം, നല്ല ഇളം തേങ്ങ എടുക്കണേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്തൊക്കെ വെക്കണേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒന്ന് നിക്കക്കെയൊക്കെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് ഇങ്ങനെ കുതിർന്ന് വീർത്ത് വരും. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും മിക്സിയിലിട്ട് അരച്ചെടുക്കാനും കൂടെ ഉള്ളതല്ലേ, വെള്ളം ഒഴിക്കാതെ അരച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തുമില്ല കേട്ടോ. ഇനി ചോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ള അവൽ വേണമെങ്കിൽ എടുക്കാം. മട്ടാവൽ എടുക്കരുത്, കളർ മാറിപ്പോവും, വെള്ള അവലാണ് നല്ലത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് അങ്ങ് കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, അതിൻ്റെ ബുഷ് തേഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം ഇടത്തരം ജാറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്കും ആ വലിയ ജാറ് തന്നെ എടുത്തരച്ചാൽ മതി. അങ്ങനെ നമ്മളിത് ഫുള്ളും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ നമ്മളിത് എടുക്കുന്ന വെള്ളം തിളച്ച് പോകരുത്. നമ്മൾ വിരലിട്ട് മുക്കുമ്പോഴത്തേക്ക് കൈ പൊള്ളാത്തൊരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവാണ് എടുക്കേണ്ടത്. ഇനി നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടണം. ആ തേങ്ങയും ആ റവയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടണം. ചോറ് പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ അരിഞ്ഞോളും. ചോറെടുക്കുമ്പോഴും നമ്മൾ മട്ട അരിയുടെ ചോറെടുക്കാതെ വെള്ള അരിയുടെ ചോറെടുക്കണമെന്നുണ്ടെങ്കിൽ കളറ് വ്യത്യാസം കാണത്തില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് നമുക്കൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ, അരിയൊക്കെ കുതിർക്കാനും അരയ്ക്കാനും ഒക്കെ മറന്നു പോയെങ്കിൽ ഇതേപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാമേ. ഉപ്പ് നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടി കലക്കി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി തവി കൊണ്ട് യോജിപ്പിച്ചെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപ്പം കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കിതങ്ങ് അടച്ച് മാറ്റി വെച്ചേക്കാം. ഇപ്പം പെട്ടെന്ന് ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു 4 സവാള എടുത്ത് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും. ആ ഒരു പൊടി ഒരുപാട് വേണ്ട, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണേ. ആ പൊടികളൊക്കെ ആ സവാളയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വരണം. ഇങ്ങനെ രീതിയിൽ നമ്മൾ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ പൊടികളൊക്കെ ആദ്യമേ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ വരുന്നതുകൊണ്ട് അതൊരു വേറെ ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് ഈ ഉള്ളി റോസ്റ്റ്, മുട്ടക്കറിയുടെ ഉള്ളി റോസ്റ്റ് പല ടൈപ്പിലുണ്ടാക്കാം. ഇതിന് മുൻപ് ഞാൻ വേറെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ഏലക്കയും 1 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി എടുത്തിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി പെരിഞ്ജീരകവും പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പും എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് ഉടഞ്ഞെടുക്കണം, ഉടഞ്ഞ് വരണം. ആ ഒരു സവോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് വരത്തക്ക രീതിയിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടച്ച് വെച്ച് കൊടുത്താൽ ആ ഒരു ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ തീ നമുക്ക് സിമ്മിലേ ഇടാവൂ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരുമാതിരി ഒന്ന് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. പൊടികളും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. വളരെ കുറച്ച് മതി കേട്ടോ. ഞാനിപ്പം ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തക്കാളിക്ക് പകരമാണ് കേട്ടോ നമ്മൾ ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സോസുകൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പകുതി മുറി തക്കാളി ചേർത്ത് കൊടുത്താലും മതി. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാമേ.
തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കിട്ടും. അതുകൊണ്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ട് വരുവാണ്. നന്നായിട്ടിങ്ങനെ വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് വരണം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. നല്ല സെറ്റാക്കി അടച്ചങ്ങ് ചെറിയ രീതിയിൽ സ്ലോ കുക്കിങ്ങിൽ ഇങ്ങനെ വെന്ത് കുറുകി ഉടഞ്ഞ് വരണം. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതിനകത്ത് ഇതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും ലാസ്റ്റ് കറിവേപ്പില ഇടുന്നതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് എൻഹാൻസ് അറിയാൻ പറ്റുന്നത്. അങ്ങനത്തെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിങ്ങനെ വരഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരഞ്ഞൊക്കെ ഇടാം. ഞാനിതിപ്പം അല്ലാതെ മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും ഒന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മസാലക്കറിയും അല്ലെങ്കിൽ ഏത് കറി ഉണ്ടാക്കിയാലും അടച്ച് വെക്കുന്നത് ഒരുപാട് സഹായിക്കും. ഇന്നിപ്പം അപ്പച്ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്, ദോശക്കല്ലിലാണ്. അപ്പോൾ ദേ ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് ദേ നന്നായിട്ട് വീർത്ത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കൂടിയ സമയമായതുകൊണ്ടാണ് പെട്ടെന്നൊക്കെ പൊങ്ങി വന്നത്. ചൂട് ഇല്ലാത്ത തണുത്ത സമയമൊക്കെ ആണെങ്കിൽ പൊങ്ങി കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ഓവനുള്ളവർ ഓവൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇതെടുത്ത് അതിനകത്തോട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കരിങ്ങാലി വെള്ളമൊക്കെ തിളപ്പിക്കാൻ ഇടത്തില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്താലും, ഈ ഒരു മാവിൻ്റെ പാത്രം വെച്ച് കൊടുത്താലും മതി. അങ്ങനെ നമ്മളിതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഹോൾസ് വന്നതിന് ശേഷമാണ് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇത് പിന്നെ മറിച്ചൊന്നും ഇടുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. റവയാകുമ്പോൾ പിന്നെ ഉപ്പുമാവ് കഴിക്കാത്തവരെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിപ്പിക്കാം റവ വെച്ച്. ഇനി റവ ഇഡ്ഡലിയുടെ വീഡിയോ ഉണ്ട്, അതും എന്തായാലും ഉടനെ ഇടാമേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.